ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി ആരതി തട്ടുമായി എല്ലാവരുടെ അടുത്തേക്ക് പോവുകയാണ്. ഇത് കാണുമ്പോൾ ജാസ്മിൻ ചോദിക്കും, എന്താ പാർവതി എൻ്റെ അടുത്തേക്ക് മാത്രം വരാത്തത്? ഇത് കേട്ട് ഗാർഗി ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് ഗാർഗി ജാസ്മിനോട് ചോദിക്കും, എന്തു പറ്റി നിനക്ക് പെട്ടെന്നൊരു ഭക്തി? ഈ വക കാര്യങ്ങളോടൊക്കെ നിനക്ക് വലിയ പുച്ഛമായിരുന്നല്ലോ. അപ്പോൾ ജാസ്മിൻ പറയും, ഒരാളെ നന്നാവാൻ സമ്മതിക്കില്ലേ ഗാർഗി? ഞാൻ മനം മാറിയാണ് പാർവതിയോട് ആരതി കൊണ്ടുവരാൻ പറഞ്ഞത്. അവളെപ്പോലെ ഇനി ഞാനും നല്ല കുട്ടിയാവാം എന്ന് വിചാരിച്ചു. അപ്പോൾ രാധിക പറയും, എന്നാൽ നീ ഇങ്ങോട്ട് വാ, എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? നിന്നെ എന്താ അവിടെ ആണിയടിച്ച് വെച്ചിരിക്കുകയാണോ? ഇത് കേട്ട് ജാസ്മിൻ ഒന്ന് ഞെട്ടാണ് കേട്ടോ. അപ്പോൾ പാർവതി പറയും, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കമൊന്നും വേണ്ട, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ട് വരാൻ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് പാർവതി ആരതിയുമായിട്ട് ജാസ്മിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയം പാർവതിയെ രക്ഷിക്കാൻ ശേഖരൻ ആ ആണിയുടെ മുകളിൽ കാൽ വെക്കുകയാണ് കേട്ടോ. ആണി കാലിൽ കയറിയ ശേഖരൻ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് പാർവതിയുടെ കയ്യിൽ നിന്ന് ആരതി തട്ട് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ജാസ്മിൻ ചോദിക്കും, ഇയാൾ എന്തിനപ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? പാർവതി എൻ്റെ അടുത്തേക്കല്ലേ വന്നത്? നിങ്ങളുടെ അടുത്തേക്ക് വരുമായിരുന്നല്ലോ. ലക്കും ലഗാനും ഇല്ലാതെ വലിഞ്ഞു കയറി വന്നോളൂ ഓരോന്ന്. അപ്പോൾ ശേഖരൻ പറയും, ഞാൻ മനഃപൂർവ്വം വന്നതല്ല, പാർവതിയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോൾ രക്ഷയായില്ലേ? അപ്പോൾ രാധിക പറയും, എന്താ കാലിൽ കുത്തിയതെന്ന് നോക്ക്. അപ്പോഴാണ് ഗാർഗി കാർപ്പറ്റിൽ കുത്തിവെച്ചിരിക്കുന്ന ആ ആണി കാണുന്നത്. എന്നിട്ട് ഗാർഗി അത് എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, ഈ പരിപാടി ആരാണ് ഇത് ചെയ്തത്? അപ്പോൾ രാധിക പറയും, എനിക്കും അതറിയണം. ഈ ആണി എന്തായാലും ഓട്ടം പിടിച്ച് വന്നതൊന്നും അല്ലല്ലോ, ആരോ മനഃപൂർവ്വം കൊണ്ടുവച്ചത് തന്നെയാണ്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ തന്നെ അത് ചെയ്തത് ജാസ്മിൻ ആണെന്ന് സുശീലയ്ക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ ഗാർഗി പറയും, ഇനി സംശയിക്കാനൊന്നുമില്ല, ഇതിൻ്റെ പിന്നിലെ പ്രതാപൻ അങ്കിള് തന്നെയാണ്. അപ്പോൾ സുശീല പറയും, ഗാർഗി പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഈ പഴഞ്ചൻ ട്രിക്കൊക്കെ പ്രതാപന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇങ്ങനെ തരം താഴ്ന്ന് ചിന്തിക്കാൻ പ്രതാപന് മാത്രമേ പറ്റൂ. അപ്പോൾ പ്രതാപൻ പറയും, അങ്ങനെ ആരുടെയെങ്കിലും കൊച്ചിൻ്റെ അച്ഛനാവാൻ എന്നെ കിട്ടില്ല. എന്നെ സംശയിച്ച നിലയ്ക്ക് ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് പ്രഭാവതിയെയും വിളിച്ച് പ്രതാപൻ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ വിശാല പറയും, ഒരു തെളിവും ഇല്ലാതെ ആരെയും സംശയിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് ശേഖരനോട് പറയും, എല്ലാത്തിനും നന്ദിയുണ്ട്, അല്ലെങ്കിൽ ഈ ആണി എൻ്റെ പാർവതിയുടെ കാലിൽ കയറേണ്ടതായിരുന്നു. അപ്പോൾ ശേഖരൻ പറയും, ഉദയനൂരമ്മ രക്ഷിച്ചു എന്ന് കരുതിയാൽ മതി സാറേ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ എന്തോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുശീല അവിടേക്ക് വരുന്നത്. എന്നിട്ട് ജാസ്മിനോട് പറയും, നിന്റെ പ്ലാനും മനസ്സിലായി, ആ പ്ലാൻ പൊളിഞ്ഞു എന്നും എനിക്ക് മനസ്സിലായി. കാർപ്പറ്റിൻ്റെ അടിയിൽ അള്ളു വെച്ചത് നീയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാണ്. സത്യം പറ, നീ തന്നെയല്ലേ അത് ചെയ്തത്? അപ്പോൾ ജാസ്മിൻ പറയും, അതെ ആൻറ്റി ഇത് ആരോടും പറയരുത്. അപ്പോൾ സുശീല പറയും, പേടിക്കേണ്ട മോളെ, ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. ഇത്രയും ചീപ്പായ ഈ പഴഞ്ചൻ ഐഡിയ നീ ഇവിടെ പ്രയോഗിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോഴേ അതിന് ക്ലിയർ ആയ ഒരു പ്ലാനിങ് ഉണ്ടാകണം. അപ്പോൾ ജാസ്മിൻ പറയും, പുതിയ ഐഡിയകളൊന്നും ഏൽക്കുന്നില്ല ആൻറ്റി, എല്ലാത്തിൻ്റെയും അവസാനം ഇന്ന് സംഭവിച്ചതുപോലെ ഇററാകും. പക്ഷേ എൻ്റെ പ്ലാനിങ് എല്ലാം കൃത്യമായിരുന്നു. ക്ലൈമാക്സിൽ അയാൾ കയറി വന്നതാണ് ആകെ പ്രശ്നമായത്. അപ്പോൾ സുശീല ചോദിക്കും, കണ്ണു കാണാൻ വയ്യാത്ത ഒരു വയസ്സം വന്ന് പൊളിക്കാൻ മാത്രം വീക്കായിരുന്നോ ജാസ്മിൻ നിൻ്റെ പ്ലാൻ? അപ്പോൾ ജാസ്മിൻ പറയും, അത് തന്നെയാണ് ആൻറ്റി എനിക്കും മനസ്സിലാവാത്തത്. കൃത്യമായ സ്ഥലത്ത് കൃത്യമായ സമയത്ത് അയാൾ എങ്ങനെ വന്ന് ചവിട്ടി? എനിക്ക് അയാളെ നല്ല സംശയമുണ്ട്. അയാളുടെ പുറകിൽ എന്തൊക്കെയോ സീക്രട്സ് ഉണ്ട്. ഞാനത് ഉറപ്പായും കണ്ടുപിടിച്ചിരിക്കും ആൻറ്റി. അപ്പോൾ സുശീല പറയും, എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്, പ്രതാപനെ പോലെ ഒരു ബലിയാടനെ കിട്ടിയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇനിയെങ്കിലും ഇതുപോലുള്ള ഐഡിയകൾ പ്രയോഗിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉപദേശം നീ തേടണം എന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അതേസമയം പ്രഭാവതി ഒരു പുതിയ വെള്ള ഷർട്ടും എടുത്ത് കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് ചെറുപ്പത്തിൽ വിശാലിൻ്റെ ബർത്ത്ഡേ ആഘോഷത്തെക്കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതാപൻ അവിടേക്ക് വരുന്നത്. പ്രഭാവതി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ പ്രതാപൻ ചോദിക്കും, ചേച്ചി എന്താ ഇത്ര ആലോചിച്ച് കൂട്ടുന്നത്? ചിന്തിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കോ? അപ്പോഴാണ് ആ ഷർട്ട് അവിടെ ഇരിക്കുന്നത് പ്രതാപൻ കാണുന്നത്. അപ്പോൾ അയാൾ പോയിട്ട് ആ ഷർട്ട് എടുത്തിട്ട് പറയും, ഹായ്, നല്ല വെള്ള ഷർട്ട്, ഇതിട്ടാലേ ഞാൻ നല്ല മണവാളനെ പോലെ ഇരിക്കും. വിശാലിൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ ഒരു പുതിയ ഷർട്ട് വാങ്ങാൻ ഇരുന്നതാണ് ഞാൻ. ആ കാശ് എന്തായാലും ലാഭമായി. ചേച്ചിക്ക് എന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പോൾ പ്രഭാവതി പറയും, എടാ മണ്ട, ആ ഷർട്ടേ നിനക്കല്ല, നീ അത് അവിടെ വെച്ചേക്ക്. അപ്പോൾ പ്രതാപൻ ചോദിക്കും, പിന്നെ ആർക്കാണിത്? ചേച്ചി ഈ സെറ്റപ്പൊക്കെ മാറ്റി ഷർട്ടും പാൻസൊക്കെ ഇടാൻ പോവുകയാണോ? അങ്ങനെയെങ്കിലേ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചോ, സൂപ്പറായിരിക്കും. അപ്പോൾ പ്രഭാവതി പറയും,
പൊട്ടത്തരം പറയലടാ. എന്ത് ചെയ്യാനാണ്, ഈ തടി മാത്രമേ ഉള്ളൂ, തലയിൽ ആൾതാമസം ഇല്ലല്ലോ. അപ്പോൾ പ്രതാപൻ പറയും, എനിക്കല്ല, ചേച്ചിക്കുമല്ല, പിന്നെ ആർക്കാണ് ഈ വെള്ള ഷർട്ട്? അപ്പോൾ പ്രഭാവതി പറയും, അതെ, എൻ്റെ പുന്നാര മോൻ വിശാലിന് അവൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിയ ഒരു സ്പെഷ്യൽ ഡ്രസ്സ്, പരിശുദ്ധമായ വെള്ള ഷർട്ട്. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയും, ഇതാണിപ്പോൾ നന്നായത്. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന എനിക്കൊരു ഷർട്ട് വാങ്ങി തരാതെ 24 മണിക്കൂറും കുറ്റം പറയുന്ന അവനെ വാങ്ങിക്കൊടുക്കും അല്ലേ? ചേച്ചിക്ക് ഇത് എന്താ പറ്റിയത്? ആ പാർവതി എന്തെങ്കിലും കൂടോത്രം ചെയ്ത് ചേച്ചിയുടെ മനസ്സ് മാറ്റിയോ? അപ്പോൾ പ്രഭാവതി പറയും, മര്യാദയ്ക്ക് നീ ആ ഷർട്ട് അവിടെ വെച്ച് നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. അപ്പോൾ പ്രതാപൻ പറയും, എന്നെ കൊന്നാലും ഞാൻ ഈ ഷർട്ട് തരില്ല, ചേച്ചി അവനെ വേറെ വാങ്ങിക്കൊടുത്തോ, എനിക്കുണ്ട് വാശി. അപ്പോൾ പ്രഭാവതി പറയും, നിനക്ക് ചാകാൻ അത്രയ്ക്ക് കൊതിയാണെങ്കിൽ നീ അതെടുത്തോ, ഞാൻ തടയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും, ചേച്ചി എന്തായി പറയുന്നത്? ഈ ഷർട്ട് ഇട്ടാൽ മരിക്കുമെന്നോ? അതിന് ഈ ഷർട്ട് എന്താ, ബോംബാണോ? അപ്പോൾ പ്രഭാവതി പറയും, ഒരർത്ഥത്തിൽ ബോംബ് പോലെ തന്നെയാണിത്, എ സൈലന്റ് ബോംബ്. ആ ഷർട്ടിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിൽ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ട് ഞാൻ. വിശാൽ ഇതിട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ബർത്ത്ഡേക്ക് മെഴുകുതിരി കത്തിച്ചാൽ മതി, ആ നിമിഷം തന്നെ അവൻ്റെ ഷർട്ടിൽ തീ പടരും, ആ അഗ്നിയിൽ അവൻ വെന്ത് വെണ്ണീറാകും. അപ്പോൾ പ്രതാപൻ പറയും, ചുരുക്കി പറഞ്ഞാൽ ഈ ബർത്ത്ഡേ അവൻ്റെ ഡെത്ത് ഡേ ആകും അല്ലേ? ഈ ഷർട്ട് ചേച്ചി അവന് തന്നെ കൊടുത്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഷർട്ട് അവിടെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, അവൻ കത്തി എരിയുന്നത് കാണാൻ എനിക്ക് കൊതിയാവുന്നു ചേച്ചി. ഇത് വല്ലാത്തൊരു ട്വിസ്റ്റായാലോ. പെട്ടെന്ന് വിശാലിനെ തട്ടാൻ എന്താ ഒരു പ്ലാൻ? ഇന്നലെ വരെ അവനെ കൊല്ലരുതെന്നല്ലേ ചേച്ചി പറഞ്ഞത്? അപ്പോൾ പ്രഭാവതി പറയും, ഞാൻ അവനെ കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്യായിരുന്നു, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് അവന് താല്പര്യം. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഹിസ്റ്ററി കുത്തിപ്പൊക്കാനാണ് അവൻ്റെ ശ്രമം. അങ്ങനെ പറയുന്ന പ്രഭാവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.